പാടുവിൻ സോദരരെ, നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ദൈവത്തിൻ്റെ മഹാകൃപയാലും ദയയാൽ നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് പാർക്കുവാൻ വലിയവനായ ദൈവം കനിഞ്ഞു നൽകിയ അനുഗ്രഹീതമായ ഭവനത്തിനായി നമ്മൾക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രത്തോടെ ദൈവം നൽകിയ നന്മകളുടെ അനുസ്മരണയോടെ നമ്മൾ പ്രാർത്ഥിച്ച് ഈ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾക്കെല്ലാവർക്കും ചേർന്ന്, ഒരാൾ മാത്രമല്ല, നമ്മൾക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് ഈ ഭവനത്തെ ഏൽപ്പിച്ച് ദൈവകരങ്ങളിൽ നമ്മൾക്ക് സമർപ്പിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിക്കുകയും മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ യഹോവ. ബലവാനും വീരനുമായ യഹോവ തന്നെ. വലിയവനായ സ്വർഗീയ പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, അവിടുത്തെ സ്നേഹാതിരേകത്തിനായി സ്തോത്രം. അവിടുത്തേക്ക് തരുവാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ലതും ഏറ്റവും വലുതുമായ ദാനമായ കർത്താവായ യേശുവിനായി സ്തോത്രം. ആ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകിയ സൗജന്യമായ വലിയ ദാനമായ രക്ഷയ്ക്കായി സ്തോത്രം. അതിൻ്റെ പങ്കാളികളായി തരുന്ന ഞങ്ങൾക്ക് കർത്താവിനോടുകൂടെ തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശു ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് സ്തോത്രം. ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അവിടുന്ന് തരുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ജീവിക്കുവാൻ, ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് തരുന്നതിനായി സ്തോത്രം. ഭവനം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ കഴിഞ്ഞ നാളുകൾ ഏറിയ വർഷങ്ങളായി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇങ്ങനെ ഒരു ഭവനം അവിടുന്ന് ദാനം ചെയ്തതിനായി സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഈ ഭവനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഈ പ്രദേശത്ത് പരിലസിക്കുവാൻ, പരിശോഭിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഒരു വലിയ വിളക്കായി ഈ പ്രദേശത്ത് ഈ ഭവനം ശോഭിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയ കുഞ്ഞോനച്ചാനായി, ഗ്രേശമാമയ്ക്കായി, ബിനുവിനായി, കുടുംബത്തിനായി, കുഞ്ഞുങ്ങൾക്കായി, എല്ലാവർക്കായി സ്തോത്രം. ഇങ്ങനെ ഒരു ഭവനം ചമയ്ക്കുവാൻ അവരുടെ കരങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. സാമ്പത്തികമായ നന്മകൾ നൽകിയതിനായി സ്തോത്രം. യാതൊരു തടസ്സവും കൂടാതെ ഇതുവരെയും കരുതി അവിടുത്തെ മഹാദയക്കായി സ്തോത്രം. സ്തോത്രത്തോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടുന്ന് കൃപ നൽകിയിരിക്കാൻ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഈ അനുഗ്രഹീതമായ ഈ സന്തോഷത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളോടൊപ്പം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും, എല്ലാ പ്രിയപ്പെട്ടവർക്കായും, സ്നേഹിതർക്കായി, ബന്ധുമിത്രാദികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളിലേക്ക് വീണ്ടും ഞങ്ങൾ ഈ ഭവനത്തെ ഏൽപ്പിച്ച് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് ഈ ഭവനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ. എളിയവരുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ എളിയവരുടെ പ്രാർത്ഥനകൾക്ക് മാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഈ ഭവനത്തെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ ഭവനം തുറന്ന് ഇതിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് മുമ്പായി നമ്മുടെ കർത്താവ് ഈ വീട്ടിലേക്ക് പ്രവേശിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പോലെ പ്രത്യേകിച്ച് ഈ ഭവനം ഈ നിലയിൽ നിർമ്മിക്കുവാൻ തക്കോടും ഇതിനും കുടുംബത്തിനും കുഞ്ഞുമനുഷ്യാനും പ്രശ്നമാക്കുന്നവർക്കൊക്കെ ആ നിലയിൽ ഒരുപാട് ദൈവം കൃപ നൽകി അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകളുടെ ഈ നിലയിൽ ആരംഭിക്കുകയാണ്. നമ്മളൊരു ആത്മീയമായ ഒരു ശുശ്രൂഷയാണല്ലോ ഇവിടെ നടക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ
ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യത്തിൻ്റെ നിറവിലാണ് നമ്മളായിരിക്കുന്നത്. എല്ലാവരും മാതിരിയിൽ പ്രാർത്ഥനയോടുകൂടെ ഇവിടെ ആയിരിക്കണമെന്നുള്ളത് പ്രാരംഭമായിട്ട് ഞാൻ ഓർമ്മിക്കുകയാണ്. പ്രാരംഭമായിട്ട് ഇന്നത്തെ മീറ്റിങ്ങിന് അനുഗ്രഹത്തിനായിട്ട് ജോണി ചാൾസ് ഒരു ഗാനം ആരംഭിച്ചുകൊണ്ട് നമുക്ക് ഇത് ആരംഭിക്കാവുന്നതാണ്. യേശുവേ
ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കർത്താവെ ഇതിൽ ഒന്നിച്ചു പോകുവാൻ കർത്താവെ അങ്ങനെ പ്രസാദമായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പുതിയ ദേശമൊക്കെ കർത്താവ് മനസ്സിലാക്കുന്നതാണ് ഞങ്ങളുടെ സ്തോത്രം. കർത്താവെ പ്രിയ മക്കൾക്ക് ഇന്നലെ മനോഹരമായ ഭവനം കൊടുത്തതിനാണ് നമ്മുടെ സ്തോത്രം. ഇതിൻ്റെ പേരിൽ കർത്താവിൻ്റെ ഉത്സവകരമായ മക്കൾ പ്രവർത്തിച്ചതിനായ സ്തോത്രം. കർത്താവെ ഈ ഭവനം കർത്താവിന് നാം മഹത്വത്തിന് വേണ്ടി കാരണമായി തീരുവാൻ കർത്താവിന് നാം മോഹപ്പെടുവാൻ കർത്താവെ ഇടയാക്കുമാറാണ്. ഇത് പാർക്കുന്ന എല്ലാ മക്കളെയും കർത്താവിലേക്ക് സഹായിക്കുകയും ചെയ്യുമാറാണ്. കർത്താവിൻ്റെ വരവരെയും കർത്താവെ ഇവിടെ കാത്തു പരിപാലിക്കണമേ. ഈ ലോകത്തിൽ അവരുടെ ജീവിതത്തിന് ആവശ്യമാണെന്ന എല്ലാ നമ്മൾ കൊണ്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിശേഷ കർത്താവെ ഇന്നിവിടെ നടക്കുന്ന ഈ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. കർത്താവെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിന് നാം മാത്രം മോഹപ്പെടുവാനും കർത്താവിനെ മാത്രം ഉയർത്തുവാൻ കർത്താവെ ഇടയാക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊക്കെയും അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തന്നെ താഴ്ത്തി കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ വരവരെയും കർത്താവിനെ ഞങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സ്തോത്രം. കർത്താവ് ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ അത് നടക്കുവാനും കർത്താവിനെ മാത്രം മഹത്വപ്പെടുത്തുവാനും കർത്താവെ ഇടയാക്കുമാറാണെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ ശുശ്രൂഷകളെ അനുഗ്രഹിക്കുന്നത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുമാറാണ്. ആ കടന്നു വരുവാനുള്ളവരെയൊക്കെ കർത്താവെ കൂട്ടി വരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം തിരുനാമത്തിന് കാരണമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്കിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ കുടുംബത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സഭാ കുടുംബങ്ങൾ എല്ലാവരും നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. ആ സന്തോഷത്തോടുകൂടി മാത്രമല്ല പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. തുടർന്ന് ഉള്ളതായ ശുശ്രൂഷകൾ ലീഡ് ചെയ്യുന്നതിനായിട്ട് ഡോക്ടർ സാം തോമസ്, നമ്മുടെ സാംശാനെ ഞാൻ അതിനായിട്ട് ക്ഷണിച്ചുകൊണ്ടു. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ പകലിൻ്റെ പ്രഭാത മണിക്കൂറുകളിൽ ഈ രീതിയിൽ വിവിധ സ്ഥലങ്ങളിൽ, സാഹചര്യങ്ങളിൽ, രാജ്യങ്ങളിലൊക്കെ ആയിരുന്ന പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ചേർന്ന് ഇന്ന് ഈ പകൽക്കാലം പ്രത്യേകമായിട്ട് ഈ ഭവനാങ്കണത്തിൽ ആയിരുന്നു കൊണ്ട് പ്രിയ കുഞ്ഞുവഞ്ചാനും ദേശസ്വാമിക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ആയിട്ട് ദൈവം ഒരുക്കി പാർക്കുവാനായിട്ട് ഒരുക്കി കൊടുത്ത ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ, അതിൻ്റെ സമർപ്പണത്തോടുള്ള ബന്ധത്തിലും കടന്നു വന്ന് ഇവിടെ ആയിരിക്കാൻ ഈ പകലിൻ്റെ മണിക്കൂറുകളെ ദൈവം ആ രീതിയിൽ അനുഗ്രഹിച്ച് തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം പ്രാർത്ഥനയിലും അല്ലാതെ വ്യക്തിപരമായിട്ടും അറിയുന്നത് പോലെ ചില വർഷങ്ങളായിട്ട് വിഷയത്തിൽ ആഗ്രഹിച്ചു. കാര്യങ്ങൾ മുന്നോട്ട് പോയി അതിൻ്റെ തടസ്സങ്ങൾ ചെറിയ തോതിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വന്ന് ഈ രീതിയിൽ അനുഗ്രഹമായ മനോഹരമായിരിക്കുന്ന ഭവനത്തിൽ പ്രവേശിച്ച് നമ്മൾക്ക് ഓരോരുത്തർക്കും അത് കാണുവാനും അതിലൊരുമിച്ച് പങ്കാളികളായി തീരുവാനും സന്തോഷത്തിൽ പങ്കുകൊള്ളുവാനും തക്കവണ്ണം ദൈവത്തിൻ്റെ വലിയ കൃപയിൽ നമ്മളോട് കരുണ കാണിച്ചതോർത്ത് ദൈവത്തെ ബോധ്യപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഓർക്കുന്ന പോലെ ഈ ഭവന പണിയുടെ തുടക്കം മുതൽ കാലങ്ങൾ ചിലത് നീണ്ടുപോയെങ്കിൽ തന്നെയും അടിയങ്ങളെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ അടിയനോടുള്ള ബന്ധത്തിൽ പ്രത്യേകമായിരിക്കുന്ന ശാരീരിക നടുവിലൊക്കെയാണ് പോയത്. മരണപത്രങ്ങൾ കൂടെ കടന്നുപോയെങ്കിലും ഈ ഭവനത്തിൽ അത് കാണുവാനും അത് പ്രവേശിക്കാനും വസിക്കുവാനും ദൈവസന്നിധിയിൽ നന്ദി പറയുവാനുള്ള മുഖാന്തരങ്ങൾ ഞങ്ങൾ പരദേശികളായി പാർക്കുന്ന വീട്ടിൽ
ഇതിൻ്റെ ചട്ടങ്ങൾ ഞങ്ങളുടെ കീർത്തനമാകുന്നു എന്ന് പറയുന്നത് പോലെ ഈ ഭവനത്തിൽ അതിൻ്റേതായിരിക്കുന്ന അലേടികൾ ഉയരുവാനും ദൈവസന്നിധിയിൽ നന്ദി പറയുവാനും പ്രത്യേകാലി ഭവനാങ്കണത്തിൽ ആരെയും സന്തോഷത്തോടെ ആയിരിക്കാനും തക്കവണ്ണം ദൈവത്തിൻ്റെതായിരിക്കുന്ന കരവിരുത് ഈ പ്രത്യേകമായിരിക്കുന്ന സംരംഭത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ കാലങ്ങൾ കാണുവാൻ ദൈവം ഇടയാക്കി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വന്നിന്ന് ഈ പകൽക്കാലം ഇവിടെ ആയിരിക്കുമ്പോൾ ചെയ്ത നന്മകൾക്ക് പാടിയതുപോലെയും ഓർത്തതുപോലെയും നന്ദിയല്ലാതൊന്നുമില്ല, എൻ്റെ നാമാൽ ചൊല്ലിടുവാൻ സ്തുതിയല്ലാതൊന്നുമില്ല, എൻ്റെ വർണ്ണിക്കുവാൻ തക്കവണ്ണം എന്ന് ഓർക്കുമ്പോൾ സ്തുതി മഹത്വം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. നാം ആയിരിക്കുന്ന ചുരുങ്ങിയ മിനിറ്റുകൾ ഏറ്റവും അനുഗ്രഹമായിട്ട് തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപയിൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ട് തുടർന്ന് ജോൺലി ഒരു പാട്ടിൻ്റെ 1-2 രീതിയിൽ പാടുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം.
എന്നെ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതികാല പപ്പായ്ക്കും മമ്മിക്കും ഞാനും ഷീബായ്ക്കും കുഞ്ഞുങ്ങൾക്കും ദൈവം കൊടുത്തതായിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മതപ്പെടുത്തുകയും ചെയ്യുന്നു. അതിൻ്റെ പിന്നിൽ അനേക പ്രയാസങ്ങളും അധ്വാനങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. എങ്കിലും അതൊക്കെ തരണം ചെയ്യുവാനും ഈ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഭവനം ദൈവം നൽകുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മതപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നിലുള്ള കർത്തവ്യം സ്വാഗതം അറിയിക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ എല്ലാ നന്ദിയും ഈ സമയക്കാലം ഞാൻ കരയറ്റുന്നു. ഇത്രത്തോളം നമുക്ക് സമാധാനത്തോടെ നമുക്ക് എല്ലാവർക്കും ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാവർക്കും സമാധാനത്തോടെ കടന്നു വന്ന് ഈ പുതിയ ഭവനത്തിൻ്റെ അങ്കണത്തിലായിരിക്കാൻ ദൈവം പ്രത്യേക കാണിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം അറിയിക്കുന്നു. അതുമാത്രമല്ല ആത്മീയമായിട്ടുള്ള വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ സൗകര്യ സൗരന്മാർക്കും ഞാൻ പ്രത്യേകമുള്ളതായിരിക്കുന്ന സ്വാഗതം ഞാൻ അറിയിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ വിവേകദാസൻ തമ്പാച്ചനെ പ്രത്യേക ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുമാത്രമല്ല നമ്മെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നൽകുന്ന ഗാനം സൂക്ഷിക്കുന്ന ജോലിയാൻ ടീമിനെ പ്രത്യേക ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുമാത്രമല്ല ബക്കഡവൺ സഭയിലുള്ള സൗര്യ സൗരന്മാർക്കും ഞാൻ കർത്താവിൻ്റെ നാമത്തിലുള്ളതായിരിക്കുന്ന സ്വാഗതം അറിയിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന മറ്റ് ശുശ്രൂഷകൾ ഇതിൽ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ കർത്താവിൻ്റെ നാമത്തിലുള്ള സ്വാഗതം അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാണ്. ബൈബിൾ റീഡിങ്ങിനായിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ കുജലയിൽ ദീർഘവർഷങ്ങളിൽ എന്നിനോടും കുടുംബത്തോടും കൂടെ ആയിരുന്ന സഹോദരൻ ലെസ്നെ ഞാൻ ലെസ്ൻ ജോസിനെ വിളിച്ചു ക്ഷമിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകാനാകട്ടെ. പ്രിയ അച്ഛൻ ഉറപ്പിച്ച പോലെ കഴിഞ്ഞ ഏകദേശം 25 വർഷത്തിൽ പരമായിട്ട് എനിക്കും ബിനുവിനും അതുപോലെ സഹോദരൻ സജിക്കും പ്രിയ അച്ഛനും മാമയ്ക്കും ഒന്നിച്ച് ഗുജറായിൽ ദൈവത്തെ ആരാധിപ്പാനും മൊത്തപ്പെടുത്തുവാനും അതുപോലെ ബിനുവും ഞാനും ഒരേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അനേക വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് സ്നേഹബന്ധവും സഹോദര ബന്ധവും അനുഭവിക്കാനായിട്ട് ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പ്രിയ അച്ഛനും അമ്മാമയ്ക്കും ബിനുവിനും കുടുംബമായിട്ടും ദൈവം ദാനമായി നൽകിയ ഈ ഭവനത്തിൻ്റെ തണലിലായിരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ മോത്തപ്പെടുത്തുവാനായിട്ട് ലഭിച്ച സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഒരു സ്തോത്ര സങ്കീർത്തനം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 30-ാമത്തെ സങ്കീർത്തനം നമുക്ക് വായിക്കാം. സാംസ് 30, 30-ാമത്തെ സങ്കീർത്തനം. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങി പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ സ്തുതി പാടുവീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്ന് ഞാൻ എൻ്റെ സുഖകാലത്ത് പറഞ്ഞു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ എൻ്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? യഹോവേ, കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എൻ്റെ രക്ഷകനായിരിക്കണമേ. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. നീ എൻ്റെ രട്ടഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകാം. ഞങ്ങളുടെ ദൈവമേ, പിതാവേ, അവിടുത്തെ കൃപ, അവിടുത്തെ കരുതൽ, അവിടുത്തെ നടത്തിപ്പ് ഇവയെല്ലാം അനുഭവിക്കുന്ന അവിടുത്തെ മക്കൾ എന്നുള്ള നിലയിൽ ഈ ഉച്ചയോടടുത്ത സമയത്ത് ഈ ഭവനത്തിൽ ഞാൻ ഒരുമിച്ച് കൂടി വന്ന പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് സന്തോഷിക്കാൻ നൽകിയ സാവകാശത്തിനായ ഇങ്ങനെയൊരു ഭവനം ചമപ്പാൻ പ്രിയ ബിനുവിനെ അവിടുന്ന് ബലപ്പെടുത്തിയുണ്ട്. തടസ്സങ്ങൾ ചിലവുണ്ടായെങ്കിലും അതൊക്കെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ അവിടുന്ന് വഴികളെ തുറന്നു, അവിടുന്ന് ശക്തീകരിച്ചു. എല്ലാ സന്തോഷത്തോടും കൂടി അവിടുത്തെ മുമ്പായി ആയിരിക്കാൻ അവിടുന്ന് നയിച്ചതുകൊണ്ട് ഞാൻ അവിടുത്തെ വാഴ്ത്തുന്നു. പ്രശംസിക്കുവാനൊന്നുമില്ല. എല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവിടുത്തെ പുത്രനെ നൽകി അവർ ഞങ്ങളെ സ്നേഹിച്ചു.
ഞങ്ങളുടെ പാപത്തിൽ ഞങ്ങളെ രക്ഷിച്ചു, ഞങ്ങളെ ഒഴിപ്പിച്ചു. ഞങ്ങൾക്ക് പ്രത്യാശ തന്നു. ഞങ്ങളുടെ പ്രത്യാശ ദൈവമേ അവിടുന്ന് ശക്തിയായി നിർമ്മിച്ചു അടിസ്ഥാനമുള്ള ആ നഗരമാണ്. അതിലേക്ക് ഞങ്ങളെ ചേർക്കുവാൻ അവിടുത്തെ പുത്രൻ മടങ്ങുന്നു. അവിടുത്തെ പുത്രനെ മടക്കി അതുവരെയും ഞങ്ങളിവിടെ പ്രവേശിക്കാം. ഞങ്ങൾക്കിവിടെ നിലനിൽക്കുന്ന ഒന്നും ഇല്ലായ്മ ഏറ്റുപറഞ്ഞു ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഇന്ന മഴക്കാലം ഭവനത്തിൽ സ്തോത്രത്തോടുകൂടെ കടന്ന് അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഇന്നലെ സഹായിച്ചു. തുടർന്ന് ഈ ഭവനം ചുറ്റുമുള്ള എല്ലാവർക്കും സഭയ്ക്കും ഒരു അനുഗ്രഹ കാരണമായി അവിടുന്ന് നിലനിർത്തും. അതിനായി സ്തോത്രം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും അവിടുത്തെ മൗര്യത്തിലാക്കി തീർക്കുമാറാണ്. ഇവിടെ ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും ആയതിനായിട്ട് നയിക്കണം എന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടതുകൊണ്ട് സ്തോത്രം പിതാവേ, അവിടുത്തെ പുത്രന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Yeah.
ആ രീതിയിൽ കർത്താവിൻ്റെ വലിയ കരുതലും പ്രൊവിഷൻസും അനേകമായ രീതിയിൽ കർത്താവ് ഇതുവരെയും പാടിയതുപോലെ ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. ആ ദൈവത്തിൻ്റെ വേറൊരു നാമമാണ് യഹോവ ജായരെ, യഹോവ നൽകുന്നവൻ. Amen. Yes, sir. That the Lord has helped us, and hereafterwards He will be with us, and He will guide you, He will protect you, He will lead you. ആ രീതിയിൽ കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടുമുള്ള ബന്ധത്തിൽ വരുന്ന ദിവസങ്ങളിലും ഏവനേശ്വരായിരിക്കുന്ന ദൈവം നമ്മെ തുടർന്നും സഹായിക്കട്ടെ, കരുതട്ടെ, നടത്തട്ടെ. വേണ്ടതായിരിക്കുന്ന സ്വർഗീയ നന്മകളാൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മെ ക്രിസ്തുവേശിൽ നിറച്ചിരിക്കുന്നു. തുടർന്ന് ഭൗതിക വിഷയങ്ങളുള്ള ബന്ധത്തിൽ ലഭിച്ച നന്മകളെ കർത്താവിന്റെ നാമത്തിനായിട്ട് ഉപയോഗിച്ചും ആ രീതിയിൽ കണ്ടും മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. ഭവനത്തെ പ്രത്യേക നാം രാവിലെ പ്രാർത്ഥിച്ച ഭവനത്തിനുള്ളിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ നൽകി. വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുകയും പണ്ടുള്ള കഥകളെ ഉയർന്നിരിക്കുകയും മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആ രാജാവ് ഇവിടെ ഉണ്ട്. ആ രീതിയിൽ ഈ ഭവനത്തിൽ ക്രിസ്തുവുണ്ട്. ഇവിടെ വസിക്കുന്നവർക്ക് വരുന്ന ദിവസങ്ങളിൽ അവൻ്റെ ചട്ടങ്ങൾ കീർത്തനമായിരിക്കാനും മറ്റുള്ളവർക്കും ചുറ്റുപാടുകൾക്കും അവരുടെ അനുഗ്രഹ കുടുംബമായ വിഷയമായിട്ടിരിക്കാൻ ദൈവം അവരെ സഹായിക്കട്ടെ. ഈ പ്രത്യേക ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ അനുഗ്രഹത്തിനോട് പ്രാർത്ഥിക്കുവാനായിട്ടും സമർപ്പിക്കുവാനുമായിട്ട് പ്രത്യേക ഈ സമയം ഇവാഞ്ചലിസ്റ്റ് ജെയിംസ് തോമസ് റാന്തിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ സഹോദരൻ ഈ ഭവനത്തെയും അതിൻ്റെ മുഖാന്തരങ്ങളെയും പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ പരിമേമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായി. ഒരു എഴുന്നേറ്റ് നിന്ന് നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ വാത്സല്യ ഭവനത്തെ പ്രിയ സിനോനയ്ക്കും പ്രിയ ബിനുവിനും ശിവയ്ക്കും കുഞ്ഞുങ്ങൾക്കും ദൈവദാനമായിട്ട് നൽകിയ ഈ മനോഹരമായ ഭവനത്തെ ദൈവകരങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാണ് നമുക്ക് എല്ലാ നന്മകളും തരുന്നത്. നമ്മൾ തിരുവനന്തി വായിക്കുന്നുണ്ട്, എല്ലാ നന്മയുടെയും ഉറവിടം ദൈവമാണ്. ആദ്യമായിട്ട് നമുക്ക് ദൈവം തന്ന ദാനം എന്ന് പറയുന്നത് അവിടുത്തെ വിലയേറിയ പുത്രനെയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരിൽ പറയുന്നുണ്ട്, പറഞ്ഞു തീരാത്ത നന്മ, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. യേശു കർത്താവിനെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും ദൈവം നമുക്ക് ആ പുത്രനോടുകൂടെ നമുക്ക് നൽകിത്തരുന്നു. അതോടൊപ്പം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ആ നിലയിൽ സഹായിക്കുന്നതായിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഇന്ന് രാവിലെ സമയം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ ശിരസ്സുകളെ നമിക്കുകയാണ്. അങ്ങ് എത്ര വലിയവനാണ്, ഉന്നതനാണ് കർത്താവെ. അങ്ങ് തലമുറയായി ഞങ്ങളുടെ സങ്കേതവും ബലവുമായിരിക്കും. നന്ദിയോട് സ്തോത്രം. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത മഹാദൈവമേ കർത്താവെ, അങ്ങ് കർത്താവെ തൻ്റെ മക്കൾക്ക് അനുഗ്രഹങ്ങൾ, നന്മകൾ കർത്താവ് നൽകുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവിടുത്തെ പ്രിയപുത്രനെ, പൊന്നോമന കുമാരനെ കർത്താവെ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ പാപങ്ങളെല്ലാം അവിടുത്തെ പുത്രൻ്റെ മേൽ ചുമത്തി ഞങ്ങൾക്ക് വേണ്ടി വലിയൊരു രക്ഷ, വലിയൊരു വീണ്ടെടുപ്പ് അങ്ങ് ഒരുക്കിയതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കാലാകാലങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, ദൈവമക്കളായി തീരുവാൻ, ആ കാൽവരി ക്രൂശിൽ നിന്ന് ഒഴുകപ്പെട്ട ആ പുത്രന്റെ ചങ്കിലെ ചോരയാൽ കഴുകപ്പെട്ടവരായി തീരുവാൻ, ദൈവമക്കൾ എന്നുള്ള പദവി ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ ഞങ്ങൾക്കിടയായി തീർന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. താവേ, ആ പുത്രനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നിലയിൽ ഈ വാത്സല്യ ഭവനത്തിൽ ഈ മനോഹരമായി പണി കഴിക്കപ്പെട്ട ഈ ഭവനത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുവൻചാനായിട്ട് ഗ്രേസിമാമയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. പ്രിയ കുഞ്ഞുവൻചാനും ഗ്രേസിമാമയ്ക്കും ഈ നന്മകൾ കാണുവാൻ, പ്രത്യേകിച്ച് കുഞ്ഞുവൻചാന് കർത്താവ് എത്രത്തോളം കർത്താവ് ആരോഗ്യവും ബലവും കൊടുത്തതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം കർത്താവ് അവിടുത്തെ ദാസന് കൊടുത്ത ക്ഷേമത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമേ, അവർക്ക് കൊടുത്ത കുഞ്ഞുങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ ബിനുവിനായിട്ട് നന്ദിയോട് സ്തോത്രം.
കർത്താവ് അവരെ തുറന്ന് കഴിഞ്ഞ നാളുകളിൽ ഫിജറയിലെ കർത്താവ് കാത്തു പരിപാലിച്ച് ജോലി ചെയ്യുവാൻ ആരോഗ്യവും ബലമൊക്കെ കൊടുത്തതിനായിട്ട് സ്തോത്രം. ശിവ അസിസ്റ്റന്റായിട്ട് നന്ദിയോട് സ്തോത്രം. പ്രിയമകളെയും കർത്താവിനെ കുടുംബമായിട്ട് ദൈവം അത്ഭുതകരമായിട്ട് വഴി നടത്തിയതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മുഖത്തെ നോക്കി കർത്താവെ അവിടുത്തെ മഹത്വത്തിനു വേണ്ടി ദൈവദാസന്മാരെ സ്നേഹിക്കുവാൻ, ദൈവ വേലയെ സ്നേഹിക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം അവർക്ക് കൊടുത്ത ഭൗതിക നന്മയിൽ നിന്നൊരു ഭാഗം മാറ്റിവെച്ച് കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി അവര് ചെലവഴിക്കുവാനൊക്കെ ഇടയാക്കി തീർത്തതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ തിരുവനന്തി വായിക്കുന്ന പോലെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടും കൂടെ സകലവും നൽകാതിരിക്കുമോ എന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നു. കർത്താവെ ആ പുത്രനെ ഞങ്ങൾക്ക് നൽകി തന്നു, ഞങ്ങൾക്ക് നിത്യമായ രക്ഷ നൽകി, നിത്യജീവൻ നൽകി തന്നതിനായിട്ട് സ്തോത്രം. മനുഷ്യൻ ഞങ്ങളുടെ പ്രാഥമികമായ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ഊണരി ഉടുതുണി പാർപ്പിടം ഇതെല്ലാം അതാത് സമയത്ത് നിറവേറ്റുന്ന സർവശക്തനായ നന്മയുടെ ഉറവിടമായ നല്ല ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കുടുംബമായിട്ട് ദൈവം പരിപാലിച്ചല്ലോ, അവർക്ക് ദാനം കൊടുത്ത വാനിയ ഹാനിയ കുഞ്ഞുങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ ബ്ലസ്സി സജി കർത്താവെ അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെയും അവർക്ക് ദാനം കൊടുത്ത 2 കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. ആ കുടുംബത്തെ കർത്താവെ അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഈ സന്തോഷ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ വളരെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടെ കർത്താവെ ഇവിടെ കടന്നു വരുവാനും ഈ സന്തോഷത്തിൽ ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാമെന്ന് വരുത്തി വായിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് ചേർന്ന് ഇവിടെയുള്ള സ്ഥലം സഭ ദൈവമക്കൾ ദൈവദാസന്മാർ എല്ലാവരോടും കൂടെ ചേർന്ന് ഒരുമിച്ച് സന്തോഷിക്കുവാൻ ദൈവം നൽകിയ ഈ നല്ല സന്ദർഭത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ ഈ വാത്സല്യ ഭവനം ചില തടസ്സങ്ങളൊക്കെ വഴിയിലുണ്ടായെങ്കിലും ഇത്ര മനോഹരമായിട്ടത് പൂർത്തീകരിപ്പാൻ ദൈവം സഹായിച്ചതിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവ് ഈ ഭവനം ദൈവത്തിൻ്റെ ഒരു ഭവനമാണ്. യേശു കർത്താവ് വസിക്കുന്ന ഒരു ഭവനമായിട്ട് വരുന്ന ദിവസങ്ങളിൽ കർത്താവ് അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി എന്ന് ഞാൻ വരുത്തി വായിക്കുന്നത് പോലെ ഈ ഭവനം കർത്താവിൻ്റെ ഒരു ഭവനമായി, പ്രാർത്ഥിക്കുന്ന ഒരു ഭവനമായി, സുവിശേഷ വേലയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ഒരു ഭവനമായി, ദൈവദാസന്മാരെ മാനിക്കുന്ന ഒരു ഭവനമായി അങ്ങ് തീർക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ ഭവനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ ഭവനത്തെ അനുഗ്രഹിച്ച് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ നാമം ഇതിലൂടെ മഹിമപ്പെടുവാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഈ ഭവനത്തിൽ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഭവനത്തിൽ താൽക്കാലികമായിട്ട് ഞങ്ങൾ പാർക്കുന്നുവെങ്കിലും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളൊരു നഗരം ഞങ്ങൾക്ക് വേണ്ടി, ഒരു ശാശ്വതമായ ഭവനം, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, ഒരു ദുഃഖമില്ലാത്ത, ഒരു നിത്യമായ ഒരു ഭവനം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ആ വലിയ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടത്തേക്ക് ഞങ്ങളെല്ലാം മഹത്വം അർപ്പിക്കുന്നു. ഈ ഭവനത്തെ ഒരിക്കൽ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ നാമം ഈ ഭവനത്തിലൂടെ പ്രിയപ്പെട്ടവരിലൂടെ മഹത്വപ്പെടുവാൻ ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വം അവിടത്തേക്ക് തന്നെ തരുന്നു. സകലവും ഞങ്ങൾക്കായി ജീവനെ തന്ന ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഒരു വീട് ഒരു ഭവനമായിട്ട് മാറുമ്പോൾ കേവലം ഇഷ്ടികയോ സിമെന്റോ ഒക്കെ കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന ആ പ്രത്യേകമായിരിക്കുന്ന സമുച്ചയത്തിൽ നിന്നും അതിൽ ഭവനത്തിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ അതിന് അതിൻ്റേതായിരിക്കുന്നതായ തലങ്ങളുണ്ട്. അതിൽ അടങ്ങിയിരിക്കുന്ന അനേക അന്തർലീനമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ട്. ഈ സഹോദരൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മിക്ക വിഷയങ്ങളും ചർച്ച ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ ഭവനം എങ്ങനെ ആയിരിക്കണം, ഏത് രീതിയിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇത് ചമച്ചു. ദൈവം അതിന് വേണ്ട കുറിപ്പുകൾ പ്രൊഫഷൻസ് ഒരുക്കി. എന്നാൽ വരും ദിവസങ്ങളിൽ എന്തിനാണ് ഇത് തന്നിരിക്കുന്നത്, ഇതിൽ പാർക്കുന്നവർ എങ്ങനെയായിരിക്കണം, പാടിയതുപോലെ ചിന്തിച്ചതുപോലെ പാർക്കുന്ന വീട്ടിൽ നിന്ന് ചട്ടങ്ങൾ ഞങ്ങളുടെ കീർത്തനമാകണം. സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ സമർപ്പിച്ചപ്പോൾ അനേക തരത്തിലുള്ളതായിരിക്കുന്ന ചിന്താഗതികൾ തൻ്റെ പ്രാർത്ഥനാ വാചകങ്ങൾ ദൈവാത്മാവ് നൽകി. തുടർന്ന് ഈ ഓർപ്പിച്ചതുപോലെ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും യൂസേഴ്സ് മാനുവൽ എന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് നമുക്ക് ഒരു ഭവനത്തോടുള്ള ബന്ധത്തിൽ, ആ ഭവനത്തിൽ വസിക്കുന്ന നമ്മളോടുള്ള ബന്ധത്തിൽ each and every nook and corner of this house should bring glory unto the name of the Lord. ദൈവസന്നിധിയിൽ നന്ദി ഉണ്ടാകുവാനും അത് ഉയർത്തപ്പെടുവാനും ആയിട്ടുള്ള ഒരു വിഷയവും അനുഗ്രഹവുമായിട്ടാണ് ഈ ഭവനം ഇരിക്കുന്നത്. അതുകൊണ്ട്
എന്താണ് നമുക്ക് ആവശ്യമെന്നുള്ളത് അറിയുവാനായിട്ട് ദൈവവചനത്തിൽ നിന്ന് തുടർന്ന് നമുക്ക് അല്പസമയം ശ്രദ്ധിക്കാം. പി എസ് തമ്പാൻ ഞാൻ അമ്മച്ചൻ വിളിക്കുമ്പോൾ ബന്ധം ബ്രദറില്ലാതാകുന്നില്ല, അതുകൊണ്ട് ഒഫീഷ്യലായിട്ട് ബ്രദർ പി എസ് തമ്പാൻ എന്ന് പറയുന്നു. എങ്കിലും എല്ലാവിധമായ സാഹചര്യങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളോടുകൂടെ നിൽക്കുകയും സഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണ്ടതായിരിക്കുന്ന ആലോചനകളോട് ആ രീതിയിൽ എത്തിച്ച ദാസനായിട്ട് ഞങ്ങൾക്ക് വന്ന അനുഗ്രഹത്തിൻ്റെ വിഷയമായിട്ട് ഇരിക്കുന്നു. പ്രിയ സഹോദരനെ ഇവിടെയുള്ള ഇന്ന് വന്ന കൂട്ടത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. താൻ കർത്താവിൽ പ്രസിദ്ധനായ സുവിശേഷകനായിരിക്കുന്ന സഹോദരൻ പി എസ് തമ്പാൻ ഈ നാട്ടിൽ അനേക ആശ്വാസത്തിൻ്റെ ഗാനങ്ങളും വലിയ കർത്താവിൻ്റെ വരനോടും ബന്ധ പ്രത്യാശ ഉണർത്തുന്ന ഗീതങ്ങളും ഗാനങ്ങളിലും അനേക പുസ്തകങ്ങൾ രചിപ്പാനിടയായി വിവിധ രീതിയിൽ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് തൻ്റെ ജീവിതത്തെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഉപയോഗിച്ച് തുടർന്നും ആ രീതിയിൽ ദൈവം തന്നെ അംഗീകരിക്കുകയും സഹായിക്കുകയും ചെയ്ത് തുടർന്നുള്ള വചന ശുശ്രൂഷകളുടെ ബന്ധത്തിലേക്ക് ചെയ്ത വ്യക്തികൾ സഹോദരൻ അത് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. സ്റ്റുഡൻസിൻ്റെയൊക്കെ ആണെങ്കിൽ തന്നെയും അതുപോലെ അത്യാവശ്യമായ ഘടകമായതുകൊണ്ട് തൻ്റെ ഫ്രീഡത്തിന് ഞാനത് വിടുകയാണ്. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ദൈവവചനം അല്പനേരമെങ്കിലും ശുശ്രൂഷിക്കുവാൻ സാധിച്ചതിന് ഞാൻ വളരെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് സാന്നിധ്യത്തോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ എന്തെങ്കിലും ദൈവനാമത്വത്തിനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിവുകൊണ്ടല്ല, സ്വർഗത്തിലെ ദൈവം നൽകിയ ഭാരമായ കഴിവുകൊണ്ട് മാത്രമാണ്. ദൈവത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത്. മഹത്വപ്പെടട്ടെ. റോമാലേഖനം 12-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കണം, പിന്നെ കരയുന്നവരോടുകൂടെ കരയണം. ഇവിടെ ഞാൻ നോക്കുമ്പോൾ വലിയ സന്തോഷം പലരുടെ മുഖത്ത് കാണുന്നുണ്ട്. സന്തോഷിക്കുന്നവരോടൊപ്പം എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഈ ദൈവജനത്തിലെ ഈ വചനം നമ്മളെല്ലാവരും എല്ലായിടത്തും പറയുന്നുണ്ട്, പക്ഷേ പ്രായോഗികമാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു വചനമാണ്. സന്തോഷിക്കുന്നവരോടുകൂടെ പ്രിയ കുഞ്ഞാനും രേഷ്മാമയ്ക്കും ബിനുവിനും പ്രിയ ശിവാമക്കും കുഞ്ഞുങ്ങൾക്കും പാർക്കാൻ ഇത്രയും നല്ലൊരു വീട് കർത്താവ് കൊടുത്തതിൽ സന്തോഷിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ പറയട്ടെ, ലോകത്തിൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അസൂയപ്പെടുക അല്ലേ? സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുന്നതിന് പകരം മിക്കപ്പോഴും എന്താ സംഭവിക്കുന്നത്? അസൂയപ്പെടുക. അത് വചനവിരുദ്ധമായ ഒരു കാര്യമാണ്. രണ്ടാമത് ദുഃഖിക്കുന്നവരോടുകൂടെ എന്ത് ചെയ്യണം? അവ കരയുന്നവരോടുകൂടെ കരയണം. ആരെങ്കിലും കരയുകയോ ഏതെങ്കിലും വീട്ടിലൊരു മരണമോ ബുദ്ധിമുട്ടോ രോഗമോ വന്നാൽ അവനത് വരേണ്ടതായിരുന്നു. അവർക്കത് ഇതല്ല ലോകപ്രകൃതി. എന്നാൽ നമ്മൾ ഈ ലോകത്തിൻ്റെ നീതിയുടെ അവിടം വരെ, ആ ലെവൽ വരെ എത്തിയവരല്ല. നമ്മൾ ദൈവനീതിയിൽ എത്തിയവരാണ്. ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എൻ്റെ പെങ്ങൾക്ക്, എൻ്റെ അമ്മാച്ചൻ്റെ മകളാണ് എൻ്റെ യേശുമ. ഈ കുടുംബത്തിന് ദൈവം ഇത്രയും അനുഗ്രഹീതമായ നല്ലൊരു ഭവനം വീട് നൽകിയതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഓരോ അനുഗ്രഹങ്ങൾ ആർക്കെങ്കിലും വന്നാലും അതിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ ആത്മീയരായിട്ട് മാറുന്നത്. ഞാൻ ദൈവ പുത്രിപുത്രന്മാരായിട്ട് മാറും. വിശദീകരിക്കാൻ നിവർത്തിയില്ല. എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന അത്രയും സമയം ഞാൻ എടുക്കുകയില്ല. അതിൽ ചുരുക്കി ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിക്കും. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ ഒരു വചനം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. ബിനു, ശിവമോള്, പിന്നെ കുഞ്ഞച്ചാനോടും അമ്മമ്മയോടും പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കുമായിട്ട്
ഞാൻ ഈ വാക്യം വായിക്കുകയാണ്. ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർക്കുവാൻ പോയി. അമോസിലേക്ക് പോയ രണ്ടുപേരുടെ യാത്രയുടെ പരിസമാപ്തിയിൽ നടന്ന കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. മുന്നോട്ട് പോകുകയാണ്, ഭാവം കാണിച്ചു. ആ ഭാവം കാണിച്ചപ്പോൾ ഈ രണ്ടുപേര് പറയുകയാണ്, നേരം വൈകി അസ്തമിപ്പാറായി, ഞങ്ങളോടുകൂടെ യേശുവിനെ ക്ഷമിച്ചു. പ്രിയ സഹോദരങ്ങളോടും കുഞ്ഞുങ്ങളോടും ഞാൻ പറയട്ടെ, നേരം വൈകി അസ്തമിപ്പാറായി, കാലം തീരാറായി. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഒരു രാത്രിയുടെ കാലഘട്ടമാണ്. ഈ രാത്രിയുടെ കാലഘട്ടത്തിൽ നമ്മളെ സഹായിക്കുവാൻ സന്ധ്യയെങ്കിൽ ഉപരാസംഗീതത്തിൽ സന്ധ്യയിൽ സാധാരണ വരാറുള്ളതാണ്. സന്ധ്യയെങ്കിൽ കരച്ചിലാണ് വരുന്നത്. എന്നാൽ ആ സന്ധ്യ, ആ രാത്രി, ആ ഇരുത്തത്ത് പ്രധാനെ വിളിച്ചിട്ട് പറയുക, പ്രധാനെ നിർബന്ധിക്കുകയാണ്. എന്താ? ഞങ്ങളോടുകൂടെ പറഞ്ഞു, നേരം വൈകി അസ്തമിക്കുവാറായല്ലോ, ഞങ്ങളോടുകൂടെ പറഞ്ഞു. ക്ഷണിക്കാതെ വീട്ടിൽ കയറി വരുന്നവരുണ്ട് അല്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് പിശാച്. അവനെ ഒരു യോഗത്തിനും വിളിക്കേണ്ട, ഒറ്റ വീട്ടിലോട്ടും ക്ഷണിക്കാം. അവൻ കയറി വരും, മുമ്പേ അവനിവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ഉപദ്രവങ്ങളോ അവൻ്റെ ശല്യങ്ങളോ അവൻ്റെ തന്ത്രങ്ങളോ ഈ ഭവനത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിർബന്ധിച്ചാരെ വിളിക്കണം. നിർബന്ധിച്ചാരെ വരും, നിർബന്ധിച്ചാരെ വിളിക്കണം, പ്രധാനെ വിളിക്കണം, നിർബന്ധിച്ച് വിളിക്കണം. ഞങ്ങളോടുകൂടെ പാർത്തയും മതിയാകും. കർത്താവിനെ ക്ഷണിക്കുക, കർത്താവ് നമ്മളോടുകൂടെ പാർക്കുക. അത് ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. ഞാൻ ഈ വീടെന്നുള്ള ബൈബിളിലെ വിഷയം തന്നെ പഠിക്കാൻ ഒരുപാട് സമയമെടുക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. വീടൊരു അനുഗ്രഹമാണ്. ഞാൻ പറയട്ടെ, ഞാൻ വായിച്ചപ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സുവിശേഷങ്ങളിൽ കാണുന്നു. ഒരു വീട് അടിച്ചു വാരി വളരെ വൃത്തിയായിട്ടിട്ടിരിക്കുക. അപ്പോൾ അതിന് മുമ്പ് ഒരു ഭൂതം അതിനകത്തുണ്ടായിരുന്നു. ഈ അടിച്ചു വാരിയിടുന്നതിന് മുമ്പ് ഒരു ഭൂതം അതിനകത്തുണ്ടായിരുന്നു. ഈ അടിച്ചു വാരിയിട്ടപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? അതങ്ങിറങ്ങി പോയി. നീരോട്ടമുള്ള സ്ഥലമൊക്കെ നോക്കി നടന്നിട്ട് കിട്ടിയില്ല. ഏറ്റവും തിരിച്ചു വന്ന് നോക്കിയപ്പോഴാണ് ഇത് വളരെ അലങ്കരിച്ചിട്ടിരിക്കുകയാണ്. ഇതൊരെണ്ണമല്ല, പിന്നെ വന്ന് എത്രണ്ണോ തന്നെക്കാൾ ശക്തിയുള്ള ഏഴെണ്ണത്തിനെ കൊണ്ട്. നമ്മൾ ഓർക്കണം, നമ്മുടെ വീടുകൾ അടിച്ചു വാരി വൃത്തിയാക്കിയിടുമ്പോൾ അവിടെ പിശാച് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അവൻ്റെ കരുത്തേറിയ പ്രവർത്തനങ്ങൾ, ഞാൻ പറയട്ടെ, ലോകത്തിൽ മറ്റു വീടുകളൊന്നും പിശാചിന്റെ വിഷയമേ അല്ല. ശ്രദ്ധിച്ചോ, മറ്റു വീടുകളൊന്നും. കാര്യം അതൊക്കെ അവൻ്റെ കൂടെയുള്ളതാണ്. അവൻ്റെ പാട്ടും അവൻ്റെ പ്രാർത്ഥനയും അവൻ്റെ സിനിമയും അവൻ്റെ ഡ്രാമയും അവൻ്റെ സിനിമാ പാട്ടും എല്ലാമാണ് ആ വീടുകളിൽ നടക്കുന്നത്. പക്ഷെ നമ്മുടെ വീട് അങ്ങനെയുള്ളതാണ് അല്ല. നമ്മുടെ വീട് സ്തുതിയുള്ളതാണ്, സ്തോത്രമുള്ളതാണ്, പ്രാർത്ഥനയുള്ളതാണ്, ദൈവിക ഭക്തിയുള്ളതാണ്, ഭയമുള്ളതാണ്. ആ വീടുകളാണ് പിശാചിന് ഏറ്റവും അധികം ലക്ഷ്യം ഇട്ട് പ്രവർത്തിക്കുന്നത്. മറന്നുപോകരുത്, പിശാച് ആദ്യം തകർക്കാൻ ശ്രമിച്ചതല്ല, കുടുംബത്തെയാണ് തകർക്കാൻ ശ്രമിച്ചത്. തോട്ടത്തിൽ ആദം ഹവ്വ, കുടുംബത്തെ തകർക്കുക, കുടുംബങ്ങളെ തകർക്കുക, അത് പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അതുകൊണ്ട് പ്രിയ ദിനുവിനോട്, പ്രിയ ശിവമ്മയോട്, പ്രിയ അമ്മാമ്മയോട്, അച്ഛനോട് ഒക്കെ ഞാൻ പറയട്ടെ, നമ്മുടെ ഭവനങ്ങൾ ഭക്തിയോടെ ഭയത്തോടെ ദൈവകൃപയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമുണ്ട്. പിശാചിന് നമ്മുടെ ഭവനങ്ങളിൽ പ്രവേശനം അനുവദിച്ചുകൂടാ. അവിടെ പാർക്കേണ്ടത് ആരാണ്? കൂടെ പാർക്കുക. നേരം വൈകി അസ്തമിക്കാറായല്ലോ കർത്താവേ, അവിടുന്ന് ഞങ്ങളോടുകൂടെ നിർബന്ധമായി പാർത്തേ മതിയാകുള്ളൂ എന്ന് കർത്താവിനോട് അപേക്ഷിച്ച് കർത്താവിനെ നിർബന്ധിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ആവശ്യമാണ്. ഇവിടെ
സംസാരിച്ചപ്പോൾ എൻ്റെ പ്രിയ സഹോദരൻ സാമ്പുട്ടി പറഞ്ഞ ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം, വീടുണ്ട്, ആ വീടിനകത്തെ വീടാണ് ഏറ്റവും പ്രധാനം. കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഒക്കെ പണിത ഒരു വീടാണ് അല്ലേ. എന്നാൽ ഈ വീടിനകത്തൊരു വീട് ദൈവം പ്രതീക്ഷിക്കും. അതാണ് 127, 128 സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വീട്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഒരു ഭർത്താവ്, വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയായ ഒരു ഭാര്യ, മേശയ്ക്ക് ചുറ്റും ഒരു ഉദയകളെ പോലെ ഇരിക്കുന്ന മക്കൾ. ആ മക്കളെ കൊണ്ട് അത് അവസാനിപ്പിക്കുന്നില്ല കേട്ടോ. അവിടെ പറയുന്നുണ്ട് നിന്റെ മക്കളെയും നീ കാണും. അവിടെ പ്രയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെയുള്ള കുടുംബനാഥന്മാരായ സഹോദരന്മാർ, അവിടെ സങ്കീർത്തനകാരൻ പ്രയോഗിച്ചിരിക്കുന്ന ഒരു വലിയ പ്രയോഗം എന്താണെന്നറിയാം. യഹോവ ഭക്തനായ പുരുഷനിങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ദൈവഭക്തിയുള്ള ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ്, അതിൻ്റെ അലങ്കാരമാണ് നമ്മളവിടെ കാണുന്നത്. ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഞാൻ നമ്മുടെ ബിനുവിനോട് പറഞ്ഞു ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് പാലിക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുക. ആവർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ ഈ കുടുംബങ്ങൾ അഥവാ വീടുകൾ പണിത് അതിൽ പാർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവാത്മാവ് പറഞ്ഞിട്ട്, ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പറയുന്നത്, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവനെ എന്ത് ചെയ്യണം? നീ അവന് സ്തോത്രം ചെയ്യണം. ദൈവം തന്ന വീടാണിത്. ദൈവം തരുന്ന നന്മകൾക്ക് സ്തോത്രം ചെയ്യുവാൻ സാധിക്കണം. കർത്താവ് സഹായിക്കും. രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ വായിച്ച അവസാനിക്കും. 12 മുതലുള്ള വാക്യം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത്, അടിവരയിടണം, നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിക്കുവാൻ സ്വാഭാവികമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നിന്റെ ഹൃദയം നിഗളിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളണം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ നിഗളം പ്രകടമാക്കപ്പെട്ടില്ലെങ്കിലും എവിടെ ഹൃദയത്തിൽ നിഗളം ഉണ്ടാകാനുള്ള സാധ്യത, അത് ഒഴിവാക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയവനായ ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം ഈ വീട്ടിലുണ്ടാകണം. ആ സാന്നിധ്യം എല്ലാവരും അനുഭവിച്ച് അറിയാം. സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വീടുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ, പുതിയ വീടുകൾ പണ്ട് അതിൻ്റെ ഹൗസ്വാമിങ് നടക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുള്ള 2-3 വാചകങ്ങൾ അതുകൊണ്ട് ധരിച്ച് ഞാൻ നിർത്തും. ഒന്ന്, ഈ വീടിൻ്റെ എല്ലാ മുറികളിലും ദൈവകൃപ, ദൈവ സാന്നിധ്യം വ്യാപരിക്കും. ഈ വീട്ടിൽ ഇല്ലായ്മ കൊണ്ട് ആരും ആഹാരമില്ലാതെ പട്ടിണി കിടക്കാൻ ഒരിക്കലും ഇട വരരുത്. 3, ഞാൻ പ്രാർത്ഥിക്കാറുള്ള ഒരു കാര്യം, ഈ വീട്ടിൽ പാർക്കുന്നവർ രാത്രിയിൽ ഉറങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഉറങ്ങാതെയും മയങ്ങാതെയും കാക്കുന്നവനാണ്. എന്നാൽ ഒരു ദുസ്വപ്നം പോലും കാണാതെ കർത്താവ് കാത്തു. 4-മത്തെ ഒരു കാര്യം, ദൈവം ഈ വീടിന് തീമതിലായിരിക്കണം. പ്രവാസങ്ങളൊക്കെ പെരുകിയിരിക്കുന്ന കാലഘട്ടം, വലിയ പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഈ കാലഘട്ടത്തിൽ നമ്മളെ കാക്കേണ്ടത് പോലീസും പട്ടാളവും ഒന്നുമല്ല. അവരുടെയൊക്കെ സഹായം വ്യർത്ഥമാണ്. അതൊക്കെ കിട്ടിയെന്ന് വരികയല്ല കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം അക്രമികൾക്കാണ് കൂടുതലും കിട്ടുന്നത്, കുറ്റവാളികൾക്കാണ് കൂടുതൽ സംരക്ഷണം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ സംരക്ഷണം സ്വർഗത്തിലെ ദൈവമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വീടിനെ കർത്താവ് കാക്കട്ടെ. ദൈവത്തിൻ്റെ ദൂതന്മാർ പാളയമിറങ്ങി
ഈ ഭവനത്തെ പരിപാലിക്കട്ടെ. വലിയവനായ ദൈവം തന്നെ തീമതിലായി ഈ ഭവനത്തെ സൂക്ഷിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നടത്തുന്നു. ദൈവം ദൈവരെയും അനുഗ്രഹിക്കും. തുടങ്ങിയ വാചകങ്ങളിൽ ഈ ഭവനത്തോടുള്ള ബന്ധത്തിലും ഭവനം ഉപയോഗിക്കുന്നതിനോടുള്ള ബന്ധത്തിലും ഭവനത്തിൽ പാർക്കുന്നവരോടുള്ള ബന്ധത്തിലും ആവശ്യമായിരിക്കുന്ന ദൂത ഇതെങ്ങനെ വിനിയോഗിക്കപ്പെടണം, വരുന്ന ദിവസങ്ങളിൽ അത് ദൈവനാമഹത്വത്തിനായിട്ട് നിലകൊള്ളുവാനായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെ പറ്റി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. തുടർന്ന് ആഗ്രഹിച്ചതുപോലെ ആശംസിച്ചതുപോലെ ദൈവ ഭവനമായി, ദൈവം വസിക്കുന്ന ഭവനമായി ദൈവം ഈ ഭവനത്തിലുണ്ട് എന്ന് ശ്രുതി ചുറ്റുപാട് കേൾക്കുവാൻ ഇവർ കേട്ടതെന്നും എനിക്കറിയില്ല. എങ്കിൽ വരും ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കാനും അത് ആ രീതിയിൽ ദൈവമക്കൾക്ക് അനേകർക്ക് അനുഗ്രഹത്തിൻ്റെ വിഷയമായിട്ടിരിക്കാൻ ദൈവം വരും ദിവസങ്ങളിൽ കുടുംബത്തെ സഹായിക്കുകയും ആ രീതിയിൽ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. തുടർന്ന് ജോലി ഒരു പാട്ട് ഇതോടെ ബന്ധത്തിൽ പാടുന്നതായിരിക്കും.
സമയം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭവനത്തോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കുവാൻ നാം കേട്ടതുപോലെ വളരെ വർഷങ്ങളുടെ അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് ഇത്ര വളരെ ഭംഗിയായ ഒരു ഭവനം പണിയുവാൻ ബിനുവിനും ശ്രീവായിക്കും ദൈവം അവസരം കൊടുത്തവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രണ്ട് മക്കളുടെയും മാതാപിതാക്കളോടൊപ്പം നമുക്ക് ഒരുമിച്ച്, അതുപോലെ മാതാപിതാക്കൾ എന്ന് മാത്രമല്ല നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, കർത്തൃദാസന്മാർ, സഭയിലെ എല്ലാ വിശ്വാസികളോടും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ദൈവം നൽകി തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സഹോദരൻ ദിനുവിൻ്റെ ഭാര്യ ഷീബ, ദിനു വിവാഹം കഴിച്ചിരിക്കുന്നത് മണ്ണാരക്കുളഞ്ഞ വെല്ലുപറമ്പിൽ കുടുംബത്തിൽ നിന്നാണ്. ഞാൻ ആ കുടുംബത്തിലെ ഷീബയുടെ ഉപ്പാപ്പനാണ്. ഇങ്ങനെ അവർക്ക് ഒരു ഭവനം ദൈവം നൽകി ഞങ്ങൾ ദൈവത്തെ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. വെല്ലുപറമ്പിൽ കുടുംബത്തിൽ തങ്കച്ചായൻ, ആലിസമ്മ ഇവരാണ് അവർക്ക് നൽകിയ 3 മക്കളിൽ മൂത്ത മകളാണ് ഷീബ. വളരെ പരിമിതമായ സാഹചര്യത്തിൽ 3 മക്കളെയും വളർത്തി അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകി അവരൊക്കെയും ഓരോ സ്ഥാനത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തെ ആരാധിച്ചും ദൈവമക്കളെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആ പ്രദേശത്തെ മണ്ണാർക്കുളഞ്ഞ പ്രദേശത്തെ ചെറിയ കുടുംബത്തെ ദൈവം മാനിക്കുകയും ദൈവകൃപ നൽകി സഹായിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്തോഷവേളയിൽ നമുക്ക് ഒരുമിച്ച് അവരോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം ഓർത്തതുപോലെ അവൻ ചെയ്ത നല്ല ദാനങ്ങളെ ഓർത്ത് എന്ന് നന്ദി പറയുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഞാൻ അധികം വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വേദഭാഗം മാത്രം വായിച്ചിട്ട് ഇരിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. യോബിൻ്റെ പുസ്തകം 29-ാമത്തെ അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എൻ്റെ കാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. ഇയ്യോബിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. വളരെ സമ്പന്നനും ദൈവഭക്തനുമായിരിക്കുന്ന ഇയ്യോബിൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ച് ഇയ്യോബ് ഓർക്കുന്ന ഒരു വേദഭാഗമാണ് ഇത്. എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തെ പോലെ. ഇയ്യോബിനൊരു ശുഭകാലം ഉണ്ടായിരുന്നു. ആ ശുഭകാലത്തെ ഇയ്യോബ് ഇവിടെ വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് രാവിലെ ശ്രീവായിക്കും ബിനുവിനും കൊടുത്ത ഈ ഭൗമ കൂടാരത്തിൽ അവർ പാർക്കുന്നുടനെ അവരുടെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കട്ടെ. അതുപോലെ സർവശക്തൻ അവരോടുകൂടെ ഇരിക്കട്ടെ. അവരുടെ മക്കൾ അവർക്ക് ചുറ്റും ഇരിക്കട്ടെ. നാം കേട്ടല്ലോ, അവരുടെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുവിതകൾ പോലെ ഇരിക്കട്ടെ. ഒരു കുടുംബത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് മക്കൾ ചുറ്റും ഇരിക്കുക എന്നുള്ളത്. ഇന്ന് നമ്മുടെ മക്കളൊക്കെ എവിടെയാണ്? നമുക്ക് ചുറ്റും ഇന്ന് ആരുണ്ട്? ദൈവം നമുക്ക് ചുറ്റുമുണ്ട്. ഇന്ന് രാവിലെ
നമ്മൾ ഈ ഭവനത്തിൽ ഇങ്ങനെ ഇവരുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളുമ്പോൾ ഈ സകല അനുഗ്രഹങ്ങളും ഈ ഭവനത്തിന് ഞാൻ ആശംസിക്കുകയാണ്. എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ ശക്തി ഉണ്ടാകും. ഇവിടുത്തെ ഈ ഭവനത്തിൽ ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടാകട്ടെ. സർവശക്തൻ ഈ കൂടാരത്തിനോട് കൂടെ ഇരിക്കട്ടെ. ഈ വീട്ടിലെ മക്കൾ അവർക്ക് ചുറ്റും ഇരിക്കട്ടെ എന്ന് ഞാൻ ഈ സമയം ആശംസിക്കുകയാണ്. വലിയോർമ്മ കുടുംബത്തിൻ്റെതായിട്ടുള്ള സകല ആശംസകളും ഈ രാവിലെ സമയം ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ.